Dear students, welcome to Board Booster series. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കിങ്ഡം പ്ലാന്റി ആൻഡ് കിങ്ഡം അനിമേലിയ. ഈ ചാപ്റ്ററിൽ അക്കോർഡിംഗ് ടു RH വിറ്റാഗർ നമ്മൾ 5 കിങ്ഡം ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫംഗൈ. ഇനി ഈ ഒരു കിങ്ഡം പ്ലാന്റയെ കുറിച്ചും കിങ്ഡം അനിമേലിയെ കുറിച്ചും, അതായത് പ്ലാൻ കിങ്ഡത്തെ കുറിച്ചും അനിമൽ കിങ്ഡത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. 3rd ചാപ്റ്ററിൽ നമ്മൾ പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 4th ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനിമൽ കിങ്ഡത്തെ കുറിച്ച് പഠിക്കും. എങ്കിലും ഈ ചാപ്റ്ററിൽ കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട് പ്ലാൻ കിങ്ഡത്തെ കുറിച്ചും അനിമൽ കിങ്ഡത്തെ കുറിച്ചും. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പ്ലാൻ കിങ്ഡത്തെ കുറിച്ചാണ്, കിങ്ഡം പ്ലാന്റേ. ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാന്റ്സ്. നമുക്കറിയാം പ്ലാന്റ്സ് എല്ലാം തന്നെ യൂക്യാരിയോട്ടിക് ആണ്, അതുപോലെ തന്നെ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആണ്, അതുപോലെ തന്നെ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസം ആണ് വിത്ത് സെല്ലുലോസിക് സെൽ വോൾ. നമ്മൾ പഠിച്ചിട്ടുള്ള കിങ്ഡത്തില് സെല്ലുലോസിക് സെൽ വോൾ ആയിട്ടുള്ള സെല്ലുലോസിക് സെൽ വോൾ ആയിട്ടുള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഏത് മാത്രമായിരുന്നു? പ്ലാൻ കിങ്ഡം മാത്രമായിരുന്നു. ഒപ്പം തന്നെ എന്തുകൂടി ഉണ്ട് ഇതിന്? ക്ലോറോഫിൽ പ്രസൻസ് ആണ്. ഈ ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടിയാണ് സൺലൈറ്റ് ട്രാപ്പ് ചെയ്യുന്നതും എന്ത് പ്രിപ്പയർ ചെയ്യുന്നതും? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും. ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് യൂഷ്വലി എല്ലാവരും നോർമലി എന്താണ്? ഓട്ടോട്രോഫ്സ് ആണ്. എന്താണ് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ? ദ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദംസെൽവ്സ്. സോ പ്ലാന്റ്സ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ആണ്. എങ്കിലും പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിൽ തന്നെ ചിലർ എങ്ങനെയുള്ളവരുണ്ട്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഉണ്ട്. അതായത് കുറച്ച് പാർഷ്യൽ ഹെറ്ററോട്രോഫിക് നേച്ചർ കാണിക്കുന്നവരുണ്ട്. ബിക്കോസ് ദേ പോസസ് ലീവ്സ്, സോ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. At the same time, they are depending on insects to just attain protein. പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നൈട്രജനെ ഡിമാൻഡിനെ അവർക്ക് എന്താ പറയുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്ലാന്റ്സുകൾ പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആയിട്ട് മാറാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ഇതാ വീനസ് ഫ്ലൈ ട്രാപ്പ്. അതുപോലെ നിങ്ങൾ നെപ്പന്തസ് അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റും കണ്ടിട്ടുണ്ടാവും. കുടം പോലെ ഷേപ്പായിട്ട് ഇത് മാറിയിട്ട് അതിനൊരു ഫ്ലാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലാപ്പിന് നല്ല എന്താ പറയുക, ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. സോ ഇൻസെക്റ്റ് അടുത്ത് വരുന്നതും ഈ ഫ്ലാപ്പ് അടയുന്നു, ഇതൊരു പിക്ചർ ഷേപ്പുള്ള ഒരു ഭാഗത്തേക്ക് പോകുന്നു, ദെൻ അത് ഡൈജസ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ ഈ വീനസ് ഫ്ലൈ ട്രാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വളരെ ബ്രൈറ്റ്ലി കളേർഡ് ആണ്. ഇൻസെക്ട്സ് ഇതിൽ വരുമ്പോൾ തന്നെ ഇത് ക്ലോസ് ആവും, കണ്ടോ? ക്ലോസ് ആവും. അങ്ങനെ ഇൻസെക്ട് ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. സോ ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. എന്നാൽ നിങ്ങൾ ഈ ഒരു ചെടിയെ കണ്ടിട്ടുണ്ടോ? കസ്ക്യൂട്ട. ഇങ്ങനെ പച്ച കളർ അല്ലാതെ ഒരു മഞ്ഞ കളർ എന്ന് പറയാം, മഞ്ഞയും ഒരു ചെറിയൊരു പച്ച ഷെയ്ഡോട് കൂടിയിട്ട് വെറും വള്ളികൾ പോലെ കാണപ്പെടുന്ന ചില ചെടികളാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഈ കസ്ക്യൂട്ട തന്നെ ഒന്ന് എൻലാർജ് ചെയ്ത് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസ് ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഈ കസ്ക്യൂട്ടയിൽ എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. സോ ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ദേ ഡു നോട്ട് ഹാവ് ലീവ്സ് ടു. അപ്പൊ ഇത് വെറുതെ സ്റ്റെമ്മ് പോലെ, നമ്മൾ എന്താ പറയുക, വള്ളികൾ പോലെ കാണപ്പെടുന്ന സ്റ്റെം പോർഷൻ മാത്രമേ ഇതിനുള്ളൂ. ആൻഡ് ദേ ഡു നോട്ട് പോസസ് ലീവ്സ്, സോ ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ആൻഡ് ദേ ആർ ദ കംപ്ലീറ്റ് പാരസൈറ്റ്. ദേ ആർ ദ കംപ്ലീറ്റ് പാരസൈറ്റ്. അപ്പൊ കംപ്ലീറ്റ് പാരസൈറ്റ് പ്ലാന്റിങ്ങിന് എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട. ഇവർക്ക് ഹോസ്റ്റോറിയം എന്ന് പറയുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് പ്ലാന്റ്സ് റൂട്ട് ഉപയോഗിച്ചിട്ടല്ലേ സോയിലിൽ നിന്ന് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ ഇവർക്കുള്ള ചില പെർട്ടിക്കുലർ സ്ട്രക്ചർ വെച്ച് ഹോസ്റ്റ് പ്ലാന്റിൽ, അതായത് ഏത് പ്ലാന്റിലാണോ ഇവർ കവർ ചെയ്തിട്ടുള്ളത് ആ പ്ലാന്റിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ ദേ ആർ കംപ്ലീറ്റ് പാരസൈറ്റ്സ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ നോട്ട് ചെയ്യാനുള്ളത്. ഇനി പ്ലാന്റ്, കിങ്ഡം പ്ലാന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്ര ഡിവിഷനാണ്? 5 എണ്ണമാണ്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം. ആൽഗെ ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഗ്രൂപ്പ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഏത്? ആൻജിയോസ്പേം. ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമുക്ക് കാണുന്ന ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ആൻജിയോസ്പേംസിലാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെടി കണ്ടിട്ടുണ്ട്, സൈക്കസ്. ഇത് വരുന്നത് ജിംനോസ്പേമിലാണ്. അതുപോലെ ഫേൺസ്, ഇങ്ങനെയുള്ള ചെടികൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിൽ പെട്ടതാണ്.
ഇത് മോസസ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റിൽ പെട്ടതാണ്. ആൻഡ് ദിസ് ഇസ് ദ വോൾവോക്സ് വിച്ച് കംസ് അണ്ടർ ആൽഗെ. അപ്പോൾ പേടിക്കേണ്ട, നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആൽഗെ, നെക്സ്റ്റ് വൺ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. അതായത് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ പ്ലാന്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു റോസ് പ്ലാന്റ് കാണുകയാണെങ്കിൽ ആ റോസ് പ്ലാന്റ് എന്നുള്ളത് അതിൻ്റെ സ്പോറോഫിറ്റിക് ബോഡിയാണ്. എന്താണ് സ്പോറോഫിറ്റിക് ജനറേഷൻ എന്ന് പറഞ്ഞാൽ? സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് സ്പോർസ് ഉണ്ടാക്കുന്നത്, അതായത് പൊള്ളംഗ്രെയിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് ഇങ്ങനെ പൊള്ളംഗ്രെയിൻ പോലെയുള്ള സ്പോറുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സ്പോർസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ആര് ഫോം ചെയ്യും? ഗ്യാമറ്റുകൾ ഫോം ചെയ്യും. അപ്പൊ ഗ്യാമറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ സ്പോറോഫൈറ്റ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഗ്യാമറ്റോഫൈറ്റുകൾ ഉണ്ടാകുന്നു, ഗ്യാമറ്റോഫൈറ്റുകൾ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ ഗ്യാമറ്റുകൾ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നു. അപ്പോഴെന്തുണ്ടാവുന്നേ? സൈഗോട്ട്. Zygote develop into embryo, embryo develop into sporophyte again. So this life cycle continues. Okay, sporophyte after gametophyte, gametophyte after sporophyte. ഇങ്ങനെയുള്ള ഈ ഒരു ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. സോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഫൗണ്ട് ഇൻ കിങ്ഡം പ്ലാന്റേ. അതെങ്ങനെയാണ് കാണുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും അതിനുശേഷം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ്, then again diploid sporophyte, then again gametophyte, haploid gametophyte. So this process of means changing the life cycle from diploid sporophyte to haploid gametophyte, then again into diploid sporophyte, this condition is called alternation of generation. This found in kingdom plantae. ഇനി നമ്മൾ പറയുന്നത് കിങ്ഡം അനിമേലിയെ കുറിച്ചാണ്. കിങ്ഡം അനിമേലിയ, അതർവൈസ് അനിമൽ കിങ്ഡം. ഇവിടെ പറയുന്നത് ദേ ആർ മൾട്ടി സെല്ലുലാർ. പ്ലാന്റ്സിന്റെ പോലെ തന്നെ ഇവർ മൾട്ടി സെല്ലുലാർ ആണ്. കുറച്ച് നമുക്കറിയാം പ്ലാന്റ്സിലൊക്കെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, എങ്കിലും പ്ലാന്റ് ആൻഡ് അനിമലി നമ്മൾ ജനറലി പറയുമ്പോൾ ദേ ആർ മൾട്ടി സെല്ലുലാർ. പ്ലാന്റ്സിൽ നമ്മൾ പറഞ്ഞു ജനറലി ദേ ആർ ഓട്ടോട്രോഫിക്. പക്ഷെ അനിമൽസ് എല്ലാം തന്നെ എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്. എന്താണ് ഹെറ്ററോട്രോഫിക്? ദേ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെറ്ററോട്രോഫിക് എന്ന് വിളിക്കുക. യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. ദേ ഹാവ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. ഇനി വിത്തൗട്ട് സെൽ വോൾ, നോട്ട് ചെയ്യേണ്ട കാര്യം ദേ ആർ ഫോംഡ് വിത്തൗട്ട് സെൽ വോൾ ആണ്. അപ്പൊ സെൽ വോൾ ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് എന്ത്? അനിമേലിയ, കിങ്ഡം അനിമേലിയ, അതർവൈസ് അനിമൽ കിങ്ഡം. പ്ലാൻ കിങ്ഡത്തിൽ സെല്ലുലോസിക് സെൽ വോൾ ഉണ്ടായിരുന്നു. കിങ്ഡം ഫംഗയിൽ എന്തുണ്ടായിരുന്നു? കൈറ്റിനസ് സെൽ വോൾ ഉണ്ടായിരുന്നു. എന്നാൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ സെൽ വോൾ കാണാതിരിക്കും, മേ ഓർ മെ നോട്ട് പ്രസന്റ് ആയിരുന്നു. കിങ്ഡം മുനീറ, ഡു യു റിമെമ്പർ? അതെന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള? പോളിസാക്രൈഡ്സ് കൊണ്ടും അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന സെൽ വോള് കിങ്ഡം മൊണീറയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒട്ടുമേ സെൽ വോൾ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് ഏത്? കിങ്ഡം അനിമേലിയ. ഇനി ഇവിടെ പറയുന്നത് ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്, ദാറ്റ് വി നോ ബിക്കോസ് ദേ ആർ ഹെറ്ററോട്രോഫിക്. അപ്പോൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റിനെ ആണ് അവർ സാധാരണ രീതിയിൽ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. മേ ബി സം ഓഫ് ദം ആർ എന്താ പറയുക, ഹെറ്ററോട്രോഫിക് ആണെങ്കിൽ ഹെർബിവോസ് ഉണ്ട്, കാർണിവോസ് ഉണ്ട്. ഹെർബിവോസ് ആണെങ്കിൽ അവർ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, കാർണിവോസ് ആണെങ്കിൽ വേറെ ഹെർബിവോസിനെ അവർ ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് വി ഹാവ് ടു നോ ദാറ്റ് ദിസ് ഹെർബിവോസ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസർ ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ പറയുന്നത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി അവർ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫുഡിന് വേണ്ടി. അതായത് മേ ബി ദേ ജസ്റ്റ് ഈറ്റ് ഓൺ പ്ലാന്റ്സ്, അതർവൈസ് മേ ബി ദ ഹെർബിവോസ്. ബട്ട് ഹെർബിവോസ് അൾട്ടിമേറ്റ്ലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹെർബിവോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി പ്ലാന്റിൽ നിന്നാണ് അവർ എനർജി കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദ ഫുഡ്. പിന്നെ പറയുന്നത് ഡൈജസ്റ്റ് ദെയർ ഫുഡ് ഇൻ ദ ഇന്റേണൽ ക്യാവിറ്റി. ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് അനിമയിലേക്ക്. പ്ലാന്റ്സിലോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു ഗ്രൂപ്പിലും എന്തുണ്ടായിരുന്നില്ല? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ കിങ്ഡം അനിമേലിയയിൽ, അനിമൽ കിങ്ഡത്തിൽ മുതൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെതായ ഒരു പ്രോസസ്സ്, നമുക്കൊക്കെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ലോവർ ഫോംസ് ഓഫ് അനിമൽസിൽ അതിനുവേണ്ടി ഒരു പെർട്ടിക്കുലർ ക്യാവിറ്റി തന്നെയുണ്ട്. അവിടെ ഫുഡൊക്കെ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അവരുടെ ബോഡിയിൽ ഫുഡ് റിസർവ് ചെയ്ത് വെക്കുന്ന
എന്താ പറയുക, ആ ഒരു ഫോം ഏതാണ്? ഒന്നില്ലെങ്കിൽ ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ്. നമുക്കറിയാം പ്ലാന്റ്സിലാണെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നാൽ അനിമൽസിലാണെങ്കിൽ ഗ്ലൈക്കോജൻ ഓർ ഫാറ്റ്. പിന്നെ പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹോളോസോയിക്. എന്താ ഹോളോസോയിക് എന്ന് വെച്ചാൽ വിഴുങ്ങുക, ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫോം, അതാണ് ഹോളോസോയിക്. അപ്പോൾ ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ അനിമൽസ്. പിന്നെ പറയുന്നത് അവർക്കൊരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. അതായത് നമ്മളുടെ ഒരു യങ് ഇൻഫൻറ്റ് മുതൽ ഒരു അഡൽട്ട് ആവുന്നത് വരെ ദർ ഇസ് എ പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ്, നമ്മൾ പറയില്ലേ, അതായത് ചൈൽഡ്ഹുഡ്, അതുപോലെ അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ ടീനേജ് ഉണ്ട്, യങ്, അതുപോലെ ഓൾഡ്, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസ് തന്നെ അനിമൽ കിങ്ഡത്തിലുണ്ട്. പക്ഷേ പ്ലാന്റ് കിങ്ഡത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു മാംഗോ ട്രീയുടെ പോലെ ആവണമെന്നില്ല, സെയിം ജീനസിൽപ്പെട്ട സെയിം വെറൈറ്റിയിൽപ്പെട്ട വേറൊരു മാംഗോ ട്രീ വേറെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ മേ ബി അതിൻ്റെ ബ്രാഞ്ചിൻ്റെ സൈസ് അല്ലെങ്കിൽ മേ ബി ദ ഹൈറ്റ് or the production or maybe the appearance, total appearance, that will be entirely different. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കേസിൽ, അതായത് മനുഷ്യരുടെ കേസിലാണെങ്കിലും അനിമൽസിൻ്റെ കേസിലായാലും there will be a particular growth pattern and they will be having a definite shape. അതുപോലെ തന്നെ നമ്മുടെ അനിമൽസിനുള്ള കാര്യമാണ് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ മെക്കാനിസം. പ്ലാന്റ്സിലും ഉണ്ട്, നമ്മൾ കുറേ മൂവ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട്, നമ്മൾ ടുവേർഡ്സ് ലൈറ്റ്, ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഈ അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ അത് ഹയർ ഫോംസിലായിട്ട് നമുക്ക് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ മെക്കാനിസം കാണാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ ക്യാപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. അത് അനിമൽസിനല്ലേ പറ്റുള്ളൂ, പ്ലാന്റ്സിന് എന്ത് സാധിക്കില്ല? ലോക്കോമോഷൻ പറ്റില്ല, മൂവ്മെന്റ് പറ്റും. ഐ ഹോപ്പ് ദാറ്റ് യു നോ, മൂവ്മെന്റ് മീൻസ് ജസ്റ്റ് ഒരു ചലനം മാത്രമാണ്. ലോക്കോമോഷൻ മീൻസ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ലോക്കോമോഷൻ എന്ന് പറയുള്ളൂ. അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അനിമൽസിന് മാത്രമേ സാധിക്കുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദം ആർ ക്യാപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ വളരെ കോമൺ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ കോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടായിരിക്കും. കോപ്പുലേഷൻ നടന്നതിന് ശേഷം, ഇണ ചേർന്നതിന് ശേഷം അവിടെ ഉണ്ടാവുന്നത് സൈഗോട്ട് ഫോർമേഷൻ ആണ്. സോ സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. സോ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റും നടക്കുന്നത് മേ ബി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. അപ്പോൾ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റും ഇതിൽ നടക്കും, അനിമൽസിൽ നടക്കും. ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് കിങ്ഡം പ്ലാന്റിനെ കുറിച്ചും അനിമലിയെ കുറിച്ചും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കിനി 3rd and 4th ചാപ്റ്ററിൽ പഠിക്കാം. താങ്ക് യു.